സ്നേഹമുണ്ടാകും. അല്ലെങ്കിൽ മനസ്സിലെ വെറുപ്പ് ഇല്ലാതെയാകും. സമ്മാനം കൊണ്ടേ കൊടുക്കുക. അത് വലിയ സമ്മാനം ആവണമെന്നില്ല, ചെറുതായാലും മതി. സ്നേഹത്തോടെ കൊണ്ടുപോയി കൊടുക്കുക. ആർക്കാ കൊടുക്കണമെന്നറിയോ? പ്രത്യേകിച്ച് നമ്മളോട് കാര്യമായ വെറുപ്പോ ഇഷ്ടക്കേടോ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആദ്യം കൊണ്ടുപോയി കൊടുക്കുക. എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ ആ ദേഷ്യം ഇങ്ങനെ കൂടി 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 ഗ്യാസ് സ്റ്റവ് പൊട്ടണ പോലെ പൊട്ടണവരെ കൊണ്ടടക്കും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിൻ്റെയൊക്കെ മുമ്പ് അത് ഊതിക്കെടുത്താൽ ഇച്ചിരി വെള്ളം പാർന്നാൽ അത് തീരും. ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കുക. മകൻ ഗൾഫിൽ നിന്ന് വന്നതാ, നിങ്ങൾ iPhone 17 കൊണ്ടുപോയി കൊടുക്കണം എന്നല്ല ഞാൻ പറയണത്. എന്തെങ്കിലും ഒരു അത്തറോ ഒരു എന്തെങ്കിലും എന്താ പറയുക സോപ്പോ എന്തെങ്കിലും ഒരു ഫുഡോ ഒരു ചോക്ലേറ്റോ ആ കുട്ടികൾക്ക് ആ വീട്ടുകാർക്ക് അതുമ്മ തീരും പ്രശ്നം. തഹാദു നബി നിങ്ങൾ തങ്ങൾ പറഞ്ഞതാ അത്. നിങ്ങൾ ഹദിയ കൊടുത്താൽ സ്നേഹം ഉണ്ടാകും, വെറുപ്പില്ലാതെയാകും. വില്യാപ്പള്ളിയിൽ വടകര വില്യാപ്പള്ളി കേട്ടിട്ടില്ലേ? അവിടെ ഒരു അത്തൻ പോക്കർക്ക എന്ന് പറഞ്ഞൊരു ഒരു ഉദാരമതിയായൊരു നല്ല മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരുപാട് മുതഅല്ലിമീങ്ങൾക്ക് അത്തറുകൾ കൊടുക്കല പരിപാടി. മദ്രസയിലും ദർസിനും ഒരു അത്തർ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു 100 കുപ്പിയൊക്കെ ഉണ്ടാവും. അത് വാങ്ങിച്ച് ചാക്ക് കണക്കിന് വാങ്ങിച്ച് വെച്ച് വീട്ടിൽ വരുന്ന ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും മുതഅല്ലിമീങ്ങൾക്കും ദർസുക്കും റമദാനൊക്കെ കൊണ്ടു കൊടുക്കലാണ്. ചാക്ക് കണക്കിന് അത്തറുകൾ വാങ്ങി സുഗന്ധം കൊടുക്കുകയാണ്. അത് അറിയുന്നവരും അറിയാത്തവർക്കും ഒക്കെ കൊടുക്കും. ആ ദാനം കൊണ്ട് കിട്ടുന്ന മഹത്വം എത്രയാണ്! ആ മനുഷ്യൻ നേടിയെടുക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം എത്രയാണ്! ആലോചിച്ച് നോക്കി. പ്രായമായി, അല്ലാഹു ആരോഗ്യവും ആഫിയത്തും സലാമത്തും പടച്ചോ നൽകട്ടെ. ചില ആളുകൾ അങ്ങനെയാണ്, സമ്മാനങ്ങൾ കൊടുക്കുക, ഹദിയ കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ആകെ ഒരു ആഗ്രഹമുള്ളൂ, ഏത് ഉസ്താദുമാർ ഏത് തങ്ങൾ സയ്യിദ് വന്നാലും ഉമ്മൻ്റെ ഖബറും പുറത്ത് പോകണമെന്ന് പറയും. ഇവിടെ മരിച്ചുപോയ ഉമ്മ ഹലീമ ഉമ്മ, ആ ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി വില്യാപ്പള്ളി പറമ്പത്ത് ജുമാ മസ്ജിദിൻ്റെ മെഹ്റാബിൻ്റെ അവിടെ ആ ഉമ്മ കിടക്കുന്നുണ്ട്. അവിടെ പോയി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയും. സുബ്ഹാനല്ലാഹ്. ആ ദുആ അത് മതി, കണ്ണ് നിറയും അദ്ദേഹം. കൈ നിറയെ സമ്മാനങ്ങൾ കുട്ടികൾക്കും വലിയവർക്കും ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും കൊടുക്കുന്ന ആ ഒരു നല്ല കാര്യം ഞാൻ സന്ദർഭത്തിൽ ഓർത്തുപോയതാണ്. തഹാദു തഹാബു, നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കണേ, സ്നേഹം ഉണ്ടാവും. വതദ്ഹബു ഷഹ്ന, അസൂയയും വെറുപ്പും ഇല്ലാതെയാവും. നാട്ടുകാർക്ക് മൊത്തം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല, എന്നാലും തദ്ഹബു ഷഹ്ന. മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി, മദീനയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ മാലിക് ഇബ്നു അനസ് എന്നവരെ കേട്ടിട്ടില്ലേ? മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി സാഹിബുൽ മുവത്ത. മഹാനവറുകൾക്ക് പഴം ഇഷ്ടമായിരുന്നു. നമ്മൾ റോബസ്റ്റ് പഴം എന്നൊക്കെ പറയില്ലേ? നമ്മുടെ നാട്ടിൽ റോബസ്റ്റ് തന്നെ പറയാം അല്ലേ? ചില പറയാൻ ഷുഗറൊന്നുമില്ല, ഇവിടെ നല്ല ഷുഗർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതില്ല എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ അടിച്ച് തിന്നവരുണ്ട്. നേന്തപ്പഴം പിന്നെ ഷുഗറാന്ന് പറയാറുണ്ട്. റോബസ്റ്റിന് ഇല്ല എന്ന് അതുവരെ കേട്ടിട്ടുണ്ട്, ഇപ്പം കേൾക്കേണ്ട അതിനുണ്ട്. ആട്ടെ, ഇമാം മാലിക് എന്നവർക്ക് പഴം ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ മദീനയിൽ നിന്നും വാഴപ്പഴം ഉണ്ടാവില്ല. അപ്പം ലൈത്ത് ഇബ്നു സഅദ് എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ ഭരണാധികാരി മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന് പഴം ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ 50 ബഈറ, 50 ഒട്ടകപ്പുറത്ത് വാഴക്കൊലകൾ മൂപ്പായത് കൊടുത്തയച്ചു. 50 ഒട്ടക മുഴുവൻ പഴമായിരുന്നു മദീനയിലേക്ക് കൊടുത്തയച്ചു, ഈജിപ്തിൽ നിന്ന്. എന്താണെന്നറിയോ? മാലിക് ഇമാമിന് ഇഷ്ടമല്ലേ, അത് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ, നാട്ടുകാർക്ക് മൊത്തം മദീനക്കാർക്ക് മൊത്തം കൊടുക്കാൻ മാത്രം അതുണ്ടായിരുന്നു എന്നാ ആ പഴം. അങ്ങനെ 50 ഒട്ടകപ്പുറത്ത് ലൈത്ത് ഇബ്നു സഅദ് എന്നവർ ഇമാം മാലിക് എന്നവർക്ക് പഴം കൊടുത്തയച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ഉമ്മ ഒരു മുയലിനെ അറുത്ത് കൊണ്ടുവന്ന ഹബീബിന് കൊടുത്തിട്ടുണ്ട്. നബിയെ, എൻ്റെ സമ്മാനമാണിതെന്ന് പറഞ്ഞിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർനബൻ മദ്ബൂഹ, ഒരു മുയലിനെ അറുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തു തങ്ങൾക്ക്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു മുയലിൻ്റെ പകുതി നബി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന്, ബാക്കി പകുതി ഒരു കഴിച്ചു. വാലിൻ്റെ ഭാഗത്തേക്കുള്ള പകുതി ഹബീബിന് കൊടുത്തു. വരിക അർനബിൻ, മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു.
പിന്നൊരിക്കൽ നബി തങ്ങളിരിക്കുന്ന ഒരു മജ്ലിസിൽ ബനീ ഹിലാൽ ഗോത്രത്തിലെ ഒരു ഉമ്മ ഒരു ഉടുമ്പിനെ കൊണ്ടുപോയി കൊടുത്തു. വരട്ടെ ഉടുമ്പ് തിന്നാൻ പറ്റുമോ ഇല്ലേ എന്ന് വലിയ സംശയമായിരുന്നു. കേൾക്കട്ടെ അല്ലേ. ബനീ ഹിലാലിലെ ഒരു ഉമ്മ പുണ്യനബി തങ്ങൾക്ക് നല്ല മഷ്വി എന്ന് പറഞ്ഞാൽ കനലിലെടുത്ത് ചുട്ടെടുത്തത് എന്നാ. നമ്മൾ അൽഫഹം എന്നൊക്കെ പറയില്ലേ. അൽഫഹം എന്ന് പറഞ്ഞാൽ ശരിക്ക് കോൾ എന്നാണ്. നമ്മുടെ കരിക്കാണ് ഈ ഫഹം എന്ന് പറയാം. നമ്മൾ അൽഫാം എന്ന് പറയും. അത് ഫാമല്ല, അൽ ഫഹമാണത്. ഫഹം എന്ന് പറഞ്ഞാൽ കരിയിൽ വെച്ചുണ്ടാക്കുന്ന സാധനമൊന്ന് നമ്മൾ അൽഫാമാക്കി മാറ്റിയത്. അപ്പോൾ മഷ്വി, ഷവായ എന്ന് പറയില്ലേ സൗദിക്കാരൊക്കെ, ഷവായ എന്ന് പറയും. മഷ്വി എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്തൊരു ഉടുമ്പിനെ കൊണ്ടുപോയി കൊടുത്തു. അത് ഖുറൈശികൾ തിന്നാത്തതായിരുന്നു. അപ്പോൾ തങ്ങളുടെ മാഇദയിൽ തങ്ങളിരിക്കുന്നിടത്ത് ഉടുമ്പ് ഇങ്ങനെ ഉഷാറായി ഇങ്ങനെ കിടക്കുകയാണ്, നല്ല ചുട്ട് ഉഷാറായത്. ഉടുമ്പ് കഴിച്ചോലും ഇവിടെ ഉണ്ടോ? കൈ പൊക്കണോ? പോലീസ് പിടിക്കുമോ? എന്നാ വേണ്ട, കൈ പൊക്കണ്ട. ഞാൻ അതിന് വല്ല കേസും കുൽമാണ്ടി കുൽമാലായിപ്പോയാലേ. അപ്പോൾ ഞാൻ നിന്നിട്ടില്ലേ. പക്ഷെ ഈ സംഭവം ഹബീബിൻ്റെ മുമ്പിൽ ഈ വിഷയം വന്നു. അപ്പം മാനിറച്ചൊക്കെ ഗൾഫിൽ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ദുബൈയിലൊക്കെ കറാമയിലൊക്കെ നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റിലടക്കം മാനിറച്ചി വേണമെന്ന്. ഞാൻ വിചാരിച്ചു പഠിച്ചോൻ ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലീസ് പിടിച്ച് പൊക്കിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ നോക്കുമ്പോൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ ലീഗലി നിയമപ്രകാരം തന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഉടുമ്പ് ഇമ്പോർട്ടായി കിട്ടുന്ന വല്ല നാടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഹദീസ് ഇങ്ങനെ ഓർത്താൽ മതി. പുണ്യനബി തങ്ങളുടെ മാഇദയിൽ ഇതിങ്ങനെ ഇരിക്കും. ഒരു ബനീ ഹിലാലിലെ ഒരു ഉമ്മ കൊണ്ടുപോയി കൊടുത്തതാ. ഇഷ്ടമില്ലാത്തവർ ഇനി ഇഷ്ടമല്ലാന്ന് ചോദിച്ചാലോ, എനിക്ക് കേൾക്കണ്ട, ആയിക്കോട്ടെ, ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട. അപ്പം ചൈനയിൽ പോയി വന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പുണ്യനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കഴിച്ചില്ല. അപ്പോൾ കൂടെയുള്ള സ്വഹാബികൾ ഒന്നും തൊട്ടില്ല. അവർ വിചാരിച്ചു ഉടുമ്പ് ഹറാമായിട്ടായിരിക്കും, അപ്പോൾ ആരും തൊട്ടില്ല കേട്ടോ. അപ്പോൾ ഒരാൾ ചോദിച്ചു, അതിൽ വളവന്മാരുണ്ടാവുമല്ലോ, ആ ഹറാം നബിയെ ഇത് ഹറാമാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു ലാ ലം യകുൻ ഫീ ബിലാദി ഖൗമി ഫഅജ്ദുനി അആഫുഹു. എൻ്റെ നാട്ടുകാർ മക്കക്കാരായ ഖുറൈശികൾ അവർ ഉടുമ്പ് തിന്നാറില്ല, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. ഹറാമാണോ? ഹറാമല്ല എന്ന് പറഞ്ഞു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഫജ്തറഹു ഇലൈഹി വഅകലഹു. ഖാലിദ് ബിൻ വലീദ് എന്ന് അങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ട് അതങ്ങ് അടിച്ചു എന്നാ പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹു അൻഹു ശരിക്കണ്ട് തിന്നു, ഹറാമല്ലല്ലോ, എന്നാ കിടക്കട്ടെ എന്ന് പറഞ്ഞു. സ്വഹാബിമാർ തിന്നു, തങ്ങൾ തിന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന് ഒരു ഉമ്മ കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വലിയൊരു സദ്യ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആക്കണം എന്നല്ല. ചെറിയ നബി തങ്ങൾ പറയുമായിരുന്നു, വല്ലാഹി ലൗ ദുഈതു വലൗ ദുഈതു ഇലാ ഖുറാഇൻ ലഅജബ്തുഹു ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ഒരാടിൻ്റെ കാലിൻ്റെ എല്ല്, ഒരു മാംസവുമില്ലാത്ത വെറും എല്ല്, അതുണ്ടാക്കിയിട്ട് എന്നെ അതിഥിയായി വിളിച്ചാൽ ഞാൻ ആ ഭക്ഷണം കഴിക്കാൻ വരും കേട്ടോ. എനിക്ക് ഇറച്ചി വേണം, അത് വേണം, അങ്ങനെ ഡിമാൻഡൊന്നുമില്ല, നിങ്ങൾ വെച്ചതൊക്കെ ഞാൻ കഴിച്ചോളാം. എനിക്ക് എല്ലാണെങ്കിൽ പോലും നിങ്ങൾ എന്നെ ക്ഷണിച്ചാൽ ഞാൻ വരുമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഹദീത്തിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പിന്നെ തഹാദു തഹാബു, നിങ്ങൾ ഹദിയ കൊടുക്കണം, നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തരട്ടെ. മനസ്സുകൾക്കിടയിലെ വെറുപ്പും വൈരാഗ്യങ്ങളും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു അത് മായ്ച്ചു കളയട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് സജ്ജനങ്ങളെ ചെന്ന് കാണണം, അവരെ സ്നേഹിക്കണം, സജ്ജനങ്ങൾക്ക് ഹദിയകൾ നൽകണം, പരസ്പര മുഅ്മിനീങ്ങൾ ഹദിയകൾ നൽകണം. അത് നമ്മളെ സ്നേഹബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ കാരണമാണ്. മജ്ലിസുകൾ ഉണ്ടാക്കണമെന്നാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കൂട്ടുകാർ, കൂടെ പഠിച്ചവർ ഒരു തിണ്ണയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, എന്തെങ്കിലും കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് എഴുന്നേറ്റ് പോവുക. ഇന്ന് ആ സംഗതിയൊന്നും ഇല്ലല്ലോ. കുറച്ച് CCTVകൾ ഉണ്ടാവും എല്ലാ നാട്ടിലും. കുറച്ച് ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് കുറച്ച് CCTV, ആ പോണം മുഴുവൻ ആൾക്കാർ സ്കാൻ ചെയ്യുന്നുണ്ടാവും. കുറച്ച് ഒരു 8-10 ആൾക്കാരുണ്ടാവും എല്ലാ നാട്ടിലും. ആ നാട്ടിലെ CCTV അവരായിരിക്കും. ആ നാട്ടിൽ ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, എപ്പോൾ വന്നു, എപ്പോൾ പോയി, സർവ്വ വണ്ടിയും ആളൊക്കെ അവരിങ്ങനെ സ്കാൻ ചെയ്യുന്നുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അത് നാട്ടുകാരെ നോക്കി തിന്നാനല്ല, അതല്ല. നമുക്ക് കൂട്ടുകാരായി ഒരുമിച്ചിരുന്ന് കൂടെ പഠിച്ചവർ, കൂടെ കളിച്ചവർ, ഒരു മഹല്ലത്തുകാർ, ഒരു തറവാട്ടുകാർ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തുകാർ ഒരുമിച്ചിരുന്ന് എവിടെയെങ്കിലും, അറബികൾക്ക് അങ്ങനെ ഒരു കൾച്ചറുണ്ട്, മജ്ലിസുകൾ. അവിടെ നിന്ന് നാട്ടുകാരെ വന്നിരിക്കും,
ഗാവേ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഈത്തപ്പഴം ഉണ്ടാകും, അത് കുടിച്ച് വർത്തമാനം പറഞ്ഞ് സോഷ്യലൈസ് ചെയ്യാം. മനസ്സിന് വലിയ സന്തോഷമായിരിക്കും, നല്ല റാഹത്തായിരിക്കും. അതിന് സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ സാമൂഹിക പരിസരങ്ങളിലൊക്കെ സ്നേഹമുണ്ട്. അത് ഗീബത്തിനും നമീമത്തിനുമായിട്ട് മാറ്റരുത് എന്ന് മാത്രം. യാ അല്ലാഹ്, സജ്ജനങ്ങളെ പോയി കാണണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സജ്ജനങ്ങളുടെ സ്വഹ്ബത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. കുന്നാ ഇദാ സദഅത് ഖുലൂബുനാ, മഹാനായ മുആവിയത്ത് ഇബ്നു ഖുറത്തുൽ മുസനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് തുരുമ്പ് പിടിച്ചാൽ, തുരുമ്പ് ബാധിച്ചാൽ, ഹൃദയം തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാലോ, ഒരു കാലത്ത് നമ്മൾ കുറേ ഖുർആൻ ഓതിയിരുന്നു, ഒരു കാലത്ത് ഞാൻ കുറേ ദിക്ർ ചൊല്ലിയ ആളായിരുന്നു, ഒരു കാലത്ത് കുറേ സ്വതക്ക ചെയ്തിരുന്നു. ഇപ്പം അതൊന്നുമില്ല, പോയി 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 ഇല്ലാതെയായി, ഇപ്പം പറ്റുന്നില്ല. ഇതൊക്കെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കലാണ്. ഖുർആൻ ഓതാൻ പറ്റണില്ല, വെറുതെ സമയം, ഒരു കുഴപ്പമില്ല, വെറുതെ നമ്മളിപ്പോൾ റോഡിലൂടെ പോകുന്നവർ നോക്കി, ഒരൊറ്റ കുട്ടിക്ക് സമയമില്ലാത്ത, ഒരാൾക്കും സമയമില്ല, എല്ലാവരും ധൃതി പിടിച്ച് ഓടുകയാണ്. ഈ പോയിട്ട് പറന്ന് പോയിട്ട് അവിടെ പോയിരുന്ന് ചായ കുടിച്ച് വീഡിയോ വലിച്ചിട്ടായിരിക്കും പോവുക. പക്ഷേ ഈ പോണ പോക്ക് ഈ റോഡിലൊന്നും മെല്ലെ പോകാൻ കഴിയില്ല. എന്തേ? എല്ലാവരും തിരക്കാണ്. എങ്ങോട്ടായി തിരക്കണത്? ഒന്നുമില്ല. അതിൽ ആശുപത്രി പോകുന്നവരുണ്ടാവും, എയർപോർട്ടിൽ പോകുന്നവരുണ്ടായിരിക്കാം, തിരക്കുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ ഇല്ലാത്തവനും തിരക്കാണ്. റോഡിൽ മുഴുവൻ തിരക്കാക്കി, സൈഡ് കൊടുക്കുന്നില്ല, പറപ്പിച്ച് സ്പീഡ് പോലീസുകാർക്ക് പണി ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ചായയും പിടിച്ചിട്ട് സൊറ പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ പോയ പോക്കോ ഏതെങ്കിലും ഒരു വണ്ടിക്കിടിച്ചാൽ അവിടെ മയ്യത്തായേനെ. പക്ഷേ ഓടുകയാണ്, തിരക്ക് എന്ന് കാണിച്ച് ഓടുക, ഒരു പണിയില്ല, വെറുതെ പോവുക. ഇത് നമ്മൾ കേരളത്തിലെ ഒരു കൾച്ചർ. നമ്മൾ അറിയട്ടെ, നമ്മുടെ സ്വഭാവം ശരിക്കറിയുന്നത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം അറിയുന്നത് സർട്ടിഫിക്കറ്റിലല്ല. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ സ്വഭാവം എന്താണ്. ചിലവല്ല കണ്ടക്ടർ ബസ് കയറിയ സ്വഭാവം വേറെ, ഭൂമിക്ക് ഇറങ്ങിയ കുപ്പായം മാറ്റിയ നല്ല മനുഷ്യനാണ്. ചിലവർ പോലീസുകാരെ പറ്റി അങ്ങനെ പറയാറുണ്ട് തമാശയായിട്ട്. അല്ല കാക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറും, അത് അയച്ചു വെച്ചാൽ നല്ല മനുഷ്യന്മാർ. പക്ഷേ നമ്മൾ കാക്കിട്ടാലും ഇല്ലെങ്കിലും, യൂണിഫോം ഇട്ടാലും ഇല്ലെങ്കിലും, നമ്മൾ ഏത് ജോലിയിലാണെങ്കിലും നമ്മളാണ്. അതിൻ്റെ ഉദാഹരണം പറയൽ എങ്ങനെയെന്നറിയോ? ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ, ഇവിടെ ഓറഞ്ച് ഒന്നുമില്ലല്ലോ, ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ ആ ഓറഞ്ച് നിങ്ങളിങ്ങനെ ഇങ്ങനെ തൊലിയൊക്കെ എടുത്തിട്ട് ഒന്ന് മെല്ലെ ഒന്ന് അമർത്തിയാൽ എന്ത് ചെയ്യും? എന്താ ഇന്ന് ഉറ്റു വീഴ? ഓറഞ്ചിൻ്റെ നീര് ഉറ്റൂല്ലേ? ഒന്നും കൂടെ അമർത്തിയാൽ കുറച്ചും കൂടെ കൂടുതൽ ഉറ്റു. നല്ലോണം അമർത്തിയാൽ ശരിക്കും ആ ജ്യൂസ് അങ്ങ് പുറത്ത് വരും അല്ലേ? ഞാൻ ചോദിക്കുകയാണ്, ഈ ഓറഞ്ച് നന്നായിട്ട് അമർത്തിയാൽ അതിന് ആപ്പിളിൻ്റെ ജ്യൂസ് വരുമോ? ഇല്ല. അപ്പം നിങ്ങൾ പറയാണ്, എന്നെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആളല്ല. ഈ ഓറഞ്ചിൻ്റെ ഉദാഹരണം ഞാൻ ചോദിക്കുക, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന ഓറഞ്ചിനെ പിടിച്ചമർത്തി, അപ്പം നിങ്ങളുടെ വായിൽ നിന്ന് കുറച്ച് തോന്നിയാസം വന്നു. അത് നിങ്ങളല്ല എന്നാണ് നിങ്ങൾ ഈ പറയണത്. ഓറഞ്ചിൻ്റെ നീരല്ലേ വരുള്ളൂ, ആപ്പിളിൻ്റെ നീര് വരുമോ? അത് നിങ്ങൾ തന്നെയാണ്, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ എത്ര പ്രഷർ ചെയ്താലും നിങ്ങൾ എന്താണോ അതേ പുറത്തു വരാൻ പാടുള്ളൂ എന്നത് പറഞ്ഞ പോലെ നമ്മുടെ സ്വഭാവം നമ്മൾ നിയന്ത്രിക്കണം. ആ സ്വഭാവം നമ്മളെ എത്ര പ്രഷറൈസ് ചെയ്താലും, എത്ര ആളുകൾ കളിയാക്കി പരിഹസിച്ചാലും, നമ്മളിൽ നിന്ന് വരുന്ന വാക്കും പ്രവൃത്തിയും അതാണ് നമ്മൾ. ഇന്നെ അങ്ങനെ ആക്കിയോണ്ട് ഞാൻ പറഞ്ഞതാ, എന്നാലും ആ പറഞ്ഞത് നിങ്ങളാ, അത് നിങ്ങളുടെ സ്വഭാവമാണ്. ഓറഞ്ചിന്ന് ഓറഞ്ചേ വരാൻ പറ്റൂ, ആപ്പിളിൽ നിന്ന് ആപ്പിളേ കിട്ടൂ. അതുകൊണ്ട് ഇന്നെ നെക്കിയതുകൊണ്ട് ഇങ്ങനെ വന്നോന്ന് പറയരുതെന്നാ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ സൽസ്വഭാവം നൽകി അനുഗ്രഹിക്കട്ടെ. കുന്നാ ഇദാ സദഅത് ഖുലൂബുനാ, ഞങ്ങളുടെ ഹൃദയത്തിന് കറ പിടിച്ചാൽ, ദഹബിനാ ഇലൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ, മഹാനായ ഹസൻ ഇബ്നു അബിൽ ഹസൻ തങ്ങളുടെ മജ്ലിസിലേക്ക് ഞങ്ങൾ ചെല്ലും. ഫനജ്ലിസു ഫീ മജ്ലിസിഹി ഫനത്തഇലു, അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നല്ല വർത്തമാനങ്ങൾ കേൾക്കും. വനസ്ദാദു ഈമാനാ, ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. നമുക്ക് എന്തെങ്കിലും മനസ്സിനൊരു ഉന്മേഷക്കുറവ്, ഇബാദത്തിനൊരു ഉന്മേഷക്കുറവ്, നല്ല മനുഷ്യരെ, അവരുടെ വഅദ്, അവരുടെ പ്രഭാഷണം, അവരുടെ മജ്ലിസ്, അവരുടെ ദിക്ർ, അവരുടെ സ്വലാത്ത്, നല്ല മജ്ലിസിൽ ചെന്നിരിക്കുമ്പോൾ നല്ലത് കേൾക്കും, കുറേ നല്ല ചിന്തകൾ വരും. അതൊരു എനർജിയാണ്. ആ എനർജിയിൽ നമുക്ക് കുറേ കാലം ജീവിക്കാൻ പറ്റും. അത് നമ്മുടെ ഈമാൻ നിലനിർത്താൻ ആവശ്യമാണ് എന്നാണ് ഈ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ അബൂ തുഫൈൽ ആമിർ ഇബ്നു വാസില റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹാബികളിൽ ഏറ്റവും അവസാനം മരിച്ച സ്വഹാബിയാണിത്, ആമിർ ഇബ്നു വാസില റളിയല്ലാഹു അൻഹു.
ഹബീബിൻ്റെ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബികളിൽ 1,24,000 സ്വഹാബികൾ തന്നെ, അല്ലെങ്കിൽ 23,000 ഹജ്ജിന് വന്നു ഹബീബിൻ്റെ കൂടെ. വേറെ ഒരുപാട് സ്വഹാബിമാർ വേറെയും. ഈ സ്വഹാബിമാരിൽ ലോകത്തവസാനം മരണപ്പെട്ട സ്വഹാബി എന്ന് പറയുന്നത് ആമിർ ഇബ്നു വാസില റളിയല്ലാഹു അൻഹുവാണ്. മഹാനവറുകൾ പറയാണ്, ഞങ്ങൾ കുന്നാ നജീഉ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുകയും തഫ്സീർ ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായി മാറിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അരികത്തേക്ക് ഞങ്ങൾ ചെല്ലും. ഫയുക്സിബുനാ നൂറാ, ആ മഹാന്റെ മജ്ലിസിൽ പോയിരുന്നാൽ ഞങ്ങൾക്ക് പ്രകാശം കിട്ടുമായിരുന്നു. വയക്സിബുനാ ഇൽമൻ വയുഹ്ദീനാ, ഞങ്ങൾക്ക് ഇൽമു കിട്ടും, പോരുമ്പോൾ മഹാന്റെ വക ചോറും കിട്ടും. ഇബ്നു അബ്ബാസ് അങ്ങനെയാ, ഒരു മുദരിസാണ്. മുദരിസ് മുതഅല്ലിമീങ്ങൾക്ക് പൈസ കൊടുത്തിരുന്ന മുദരിസ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുതലാളിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, മുദരിസുമാണ്. എല്ലാ മുതഅല്ലിമീങ്ങൾക്കും ഭക്ഷണം വസ്ത്രം മഹാന്റെ വകയാണ്. അങ്ങനെയൊക്കെയാണ് കമ്മിറ്റിക്കാർ രക്ഷപ്പെട്ടേനല്ലേ. മുദരിസ് തന്നെ കൊടുക്കുക കുട്ടികൾക്ക് ഭക്ഷണം. അതൊക്കെ നമ്മളൊരു വീട്ടിൽ ഏറ്റെടുക്കുമോ, ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഉസ്താദ്മാർ നടക്കല്. പക്ഷെ അതൊരു വല്ലാത്ത ബർക്കത്തായിരുന്നു കേട്ടോ. അതിൻ്റെതായ ചില ഖൈറും ഷർറൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ ഒരു മുത്തഅല്ലിം വന്ന്, നമ്മുടെ പള്ളികളിലൊക്കെ എപ്പോഴും ജമാഅത്തിന് തലപ്പാവ് ധരിച്ച മക്കൾ മഅ്മൂമായിട്ട് നിൽക്കാനും ഇമാമത്ത് നിൽക്കാനും ഒക്കെ ഉണ്ടാവുക, അതൊരു നാടിൻ്റെ ഐശ്വര്യമാണ്, അതൊരു ബർക്കത്താണ്. നമ്മൾ പറഞ്ഞു ക്യാൻറ്റീൻ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് ഒരല്പം കൊടുക്കുക, അതിൻ്റെ ബർക്കത്ത് വേറെയാണ്. അള്ളാഹു അത്തരം നന്മകൾ ചെയ്ത് ഒരുപാട് വീടുകളുണ്ടാവും. അവർക്കൊക്കെ അള്ളാഹു ഖൈറ് ചെയ്യട്ടെ. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാനും കൊടുത്തേനെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവർക്കും അള്ളാഹു അതിൻ്റെ കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫയുക്സിബുനാ നൂറൻ വയുക്സിബുനാ ഇൽമൻ വയുഹ്ദീനാ, ഞങ്ങൾക്ക് ഇൽമു തരും, ഞങ്ങൾക്ക് പ്രകാശം തരും, ഞങ്ങളുടെ കയ്യിൽ സമ്മാനവും തരും. വലാ യസാലു ഉബൈദില്ലാഹി ബിൻ അബ്ബാസിൻ, ഉബൈദില്ല മർതഅതൻ ജിഫാനുഹു മത്അമൻ ളൈഫൻ വമിസ്കീനാ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് എന്നവർ പ്രകാശം തരും, ഞങ്ങൾക്ക് ഖൽബിന് ഈമാൻ തരും, ഇൽമു തരും, ഞങ്ങൾക്ക് സമ്മാനവും തരും. എന്നാൽ ഉബൈദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്നവരുടെ സഹോദരൻ ഉബൈദുല്ലാഹി ഇബ്നു അബ്ബാസ്, അവരാണെങ്കിലോ നിറയെ പാത്രങ്ങളിൽ ഭക്ഷണം നിറച്ചു തരും, അതിഥികളെ സൽക്കരിക്കും. വല്ലാത്തൊരു കുടുംബമാണ് അബ്ബാസ് എന്നവരുടെ കുടുംബം. ആ രണ്ട് മക്കളും അങ്ങനെയാണെന്ന് പറഞ്ഞു. അവരിൽ മൂന്നാമത്തെ മോനുണ്ട്. ആ മോൻ കിടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദിലാണ്. മഹാനായ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി തങ്ങളുടെ മുഖം അതുപോലെ മുഖമുണ്ടായിരുന്ന സ്വഹാബികളിൽ ഒരു സ്വഹാബിയാണ് അദ്ദേഹം, മഹാനായ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഷാഹി സിന്ദ എന്ന് പറയുന്ന ഒരു വലിയൊരു ഖബർസ്ഥാനുണ്ട് സമർഖന്ദിൽ. ഞാൻ പോയിട്ടുണ്ട്, പോയൊരു വേറെ ഉണ്ടായിരിക്കും. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ അവിടെയാണ്, ബുഖാരി ഇമാമിൻ്റെ മഖാം അവിടെയാണ്, സമർഖന്ദിലാണ്. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ട്, ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 21-ാം തീയതി ഇൻഷാ അല്ലാഹ്. ഖുസം ഇബ്നു അബ്ബാസ് എന്നവർ അവിടെയാണ് റളിയല്ലാഹു അൻഹു. ഈ ഇബ്നു അബ്ബാസ് എന്നവരുടെ മറ്റൊരു സഹോദരൻ അഷ്ബഹത ഖൽഖി വഖുലുഖി, അദ്ദേഹത്തിൻ്റെ മഖാമിൻ്റെ മുകളിൽ ഈ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. ഖുസമേ, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സ്വഭാവവും എൻ്റേതുപോലെയാണല്ലോ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാന്മാർ പറയാണ്, അബൂ തുഫൈൽ ആമിർ ഇബ്നു വാസില എന്ന സ്വഹാബികളിൽ അവസാന വഫാത്തായ സ്വഹാബി, മഹാൻ പറയാണ്, ഞങ്ങളൊക്കെ ഹൃദയത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മടിയൊക്കെ തോന്നുമ്പോൾ ഇബ്നു അബ്ബാസ് എന്നവരുടെ മജ്ലിസ് നോക്കി പോകും. അപ്പോൾ ഇപ്പുറത്തെ സഹോദരൻ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ടാവും. ഇൽമും നൂറും മനസ്സിൽ കിട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ അങ്ങനെയായിരുന്നു വരാറുണ്ടായിരുന്നത് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളുടെ രണ്ട് മക്കളെക്കുറിച്ച്. യാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളെ കണ്ടുമുട്ടാൻ, അവരോട് സലാം പറയാൻ, അവരുടെ കൈപിടിക്കാൻ, അവരോട് ദുആ അർപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് സജ്ജനങ്ങളെ സ്നേഹിക്കുക, സജ്ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരോട് മനസ്സിൽ മഹബ്ബത്തുണ്ടാവുക. അത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്തിലൂടെ നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞ സമയം എത്തിക്കഴിഞ്ഞു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കാലം. മഹാനവറുകൾ പ്രിൻസാൻ, രാജകുമാരനാണ്, പക്ഷേ അള്ളാഹിൻ്റെ വലിയായി മാറി. 1-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാൻ ബിഇജ്മാഇൽ ഉലമ.
മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ ഷാമിലെ ഖനാസ്വിറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് അങ്ങനെ നമ്മുടെ ചെക്കന്മാരുണ്ടല്ലോ ബൈക്കിലൊക്കെ ഒരു പ്രത്യേകതരം ഹെയർ സ്റ്റൈൽ, ഒരു കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ആ ഇതുവരെയുള്ള ബനിയനൊക്കെ ഇട്ട മസിലൊക്കെ കാണിച്ച് ഇങ്ങനെ രണ്ട് പിടുത്തൊക്കെ പിടിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഒരു ഞാനിപ്പോൾ എന്തോ വലിയ സംഭവമാണ് എന്ന് ചെറുപ്രായത്തിൽ തോന്നുന്ന, അവർക്ക് തന്നെ പിടുത്തം കിട്ടാത്തൊരു പ്രായമാണത്. അവർക്ക് തന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. അതാണ് യൗവനം. അങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മഹാനവറുകൾ യാ ബുനൈ, ഒരു മഹാൻ വന്ന് പറഞ്ഞതാ, യാ ബുനൈ, എൻ്റെ മോനെ. അവർ 10-20 വയസ്സുള്ള ചെറുപ്പക്കാരനോടായി പറയുന്നത്, ഇന്ന അമാമക അഖബ, മോനെ നിന്റെ മുമ്പിൽ മറികടക്കാൻ കഴിയാത്ത വലിയ വലിയ തടസ്സങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് നിന്റെ മുമ്പിൽ വരുന്നുണ്ട് കേട്ടോ. ലാ യഖ്തഉഹാ ഇല്ലാ കുല്ലു ളാമിരിൻ മഹ്സൂൽ. ഇങ്ങനെ മസിലും തടിയൊക്കെ കാണിച്ചിങ്ങ് നിൽക്കല്ലേ, മെലിഞ്ഞു ഉണങ്ങിയ ആളുകൾക്ക് ആ കടമ്പകൾ മറികടക്കാൻ കഴിയുള്ളൂ മോനെ. ഇത് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ചെറുപ്പക്കാർ മൂപ്പരോട് പറഞ്ഞു, ഇങ്ങോട്ട് ചോദിച്ച് വിളിച്ചതൊന്നുമല്ല, അദ്ദേഹം കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേലും കോലും ഭാവമൊക്കെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വലിയായിരിക്കാം, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ തലയിലേക്ക് അത് കയറി. ആ ചിന്ത മഹാൻ താലോലിച്ച് കൊണ്ടുവന്നു. എന്തായിരിക്കും ഇയാൾ പറഞ്ഞത്? എനിക്ക് ആ കടമ്പകൾ കടന്ന് സ്വർഗത്തിലെത്താൻ കഴിയില്ല എന്നാണോ? അബ്ദുൽ മലിക് ഇബ്നു മർവാനിൻ്റെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹത്തിൻ്റെ അമ്മോഷൻ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ അളിയന്മാർ 3 ഖലീഫമാരാണ് ആയിരുന്നു. ഇങ്ങനത്തെ വലിയ മഹാൻ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവിടെ നിന്നാണ് മഹാന്റെ ജീവിതം മാറ്റിമറിക്കപ്പെടുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം ഇതേ മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അഹദീബിക ബിൽ ഖനാസിറ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മോനെ ഞാൻ നിന്നെ ഷാമിലെ ഇന്നത്തെ സിറിയയിലെ ഖനാസിറയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു മോനെ. അന്ന് നിന്റെ മുഖം വെളുത്ത് തുടുത്ത് വെളുത്ത് പാറയായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഭയങ്കര മൊഞ്ചനായി നീ നിൽക്കുന്നൊരു സമയമായിരുന്നല്ലേ. വഫിറാഷുക വത്തി, നല്ല ലക്ഷറിയിലും ആഡംബരത്തിലും നീ ജീവിക്കുന്ന സമയമായിരുന്നു. അന്ന് ഞാൻ നിന്നെ കണ്ടത് ഓർമ്മണ്ടോ എന്ന് പറഞ്ഞു. ഖാല നഅം, എനിക്ക് ഓർമ്മയുണ്ട് ശൈഖ് അവറുകളെ. മുൻദു സമിഅ്തു മിൻക തിൽകൽ കലിമ വഅന അസ്ആ ലിഖത്ഇ തിൽകൽ അഖബ, അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് മുതൽ ആ വഴിതടസ്സങ്ങളെ ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ, ഖിയാമത്തിന്റെ മുമ്പ് സിറാത്തിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യനെ പിടിച്ചു വലിക്കുന്ന അഖബകളുണ്ട്. ആ അഖബകളെ മറികടക്കാൻ അല്പം അധ്വാനിക്കുന്നവർക്കേ കഴിയൂ മോനെ. ഈ ലക്ഷറിയിൽ ഇങ്ങനെ നടന്നാൽ നിന്നെ കൊണ്ട് കഴിയൂല മോനെ എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിടം മുതൽ ഞാൻ അധ്വാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മഹാനവറുകളെ എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ആരെങ്കിലും പ്രത്യക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കാം, പക്ഷെ അതിനു വേണ്ടി കാത്തിരിക്കേണ്ട. അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഇബാദത്തിലേക്ക്, നമ്മുടെ കർമ്മങ്ങളിലേക്ക് വെളിച്ചം കയറി വരണം. ഷഅബാൻ ദാ ഇപ്പോഴത്തിന് നമ്മുടെ ലൈലത്തുൽ ബറാ വരും. അതപ്പോഴേക്കും റമദാനാകും. റമദാനാകുമ്പോഴേക്കും 17 ബദരീങ്ങളാണ്ട് വരും. അപ്പോഴേക്കും 27 വരും. അതാ റമദാൻ തീരും. ഇങ്ങനെ അങ്ങ് ഓടുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു ഒരു അവസരം നമുക്ക് ഈ വർഷം കൂടെ റമദാൻ തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പാപങ്ങൾ കഴുകി ശുദ്ധിയായി നല്ലവരായി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് തിരിച്ചു നടക്കണം. ഈ നിമിഷം മുതൽ നമ്മളതിനെ തയ്യാറെടുക്കുക. നമ്മുടെ നിസ്കാരത്തിലും നമ്മുടെ നോമ്പിലും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും വരല്ലേ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ നല്ലവരാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.